എന്റെ മച്ച ദേ നമ്മുടെ 6 കൊല്ലത്തെ കഷ്ടപ്പാട് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയൊക്കെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ എന്റെ ഇപ്പൊ പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ളൂ. ഞാൻ ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താ വരാത്ത എന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്. സംഭവം ഇതിന്റെ കൊറിയറിന്റെ പേര് UPS എന്നായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ മെയിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ UPS ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആണ് ഉദ്ദേശിക്കണേ, വല്ല സ്പാമ ഹാക്കേഴ്സ് എല്ലാം ആയിരിക്കും എന്ന് വെച്ചിട്ട് ഇതൊക്കെ ക്യാൻസൽ അടിച്ചും മൈൻഡ് ചെയ്യാൻ വിടയായിരുന്നു. ലാസ്റ്റ് കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അത് കൊറിയർ സർവീസ് ആയിരുന്നു. അങ്ങനെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് മനസ്സിലാവുള്ള കുറേ കൊറിയർ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട്. ഇപ്പം എന്തോ വേറൊരു കൊറിയർ സർവീസിൽ നിന്നാണ് ഇത് കിട്ടിയത്. എന്നാലും സംഭവം കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറേ നാളത്തെ കഷ്ടപ്പാടാണ്. ലാസ്റ്റ് ഒരു പുള്ളിക്കാരത്തി വിളിച്ചിട്ട് എന്തോ ഇന്റർനാഷണൽ ആണ്, അപ്പം എന്തോ കസ്റ്റംസിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞു. പുള്ളിക്കാരത്ത് ഇങ്ങോട്ട് ചെറവർ ഇംഗ്ലീഷ്, ഞാൻ അങ്ങോട്ട് ചെറവർ ഇംഗ്ലീഷ്. ലാസ്റ്റ് മെയിലിൽ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ കൂടെ ചോദിച്ച് ഫില്ല് ചെയ്ത് അവർ തന്നെ ഫില്ല് ചെയ്തു. അതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പവർ. അതെ സംഭവം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് അങ്ങനെ എല്ലാം തുടങ്ങിയ നമ്മുടെ ആ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൺ റൂം ഉണ്ട്, നമ്മുടെ എന്താണ് മെയിൻ റൂം. ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ വീഡിയോ ക്രിയേഷനും ഐഡിയ ഉണ്ടാക്കലെല്ലാം. റൂം കുറച്ച് സീനാണ് കണ്ടാ, കുറച്ച് വെറൈറ്റിയാണ്. നമ്മളെ റൂം ഇച്ചിരി വൃത്തിയാക്കിയേക്കണാണ്, അതാണ് ഇത്രയെങ്കിലും ഇത്. നമുക്ക് എന്തായാലും സംഭവം അൺബോക്സ് ചെയ്യും. എനിക്കിത് കെട്ടിയിട്ടാണ് എത്ര പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റൂമാണ്, കുറേ സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് സംഭവം അൺബോക്സ് ചെയ്യാം. എനിക്ക് അങ്ങനെ പിടിച്ചേക്കണേന്ന് പറയാൻ പാടില്ല. സംഭവം ഇതിപ്പോൾ ഇവിടെ ഒരു പേപ്പർ ഒട്ടിച്ചേക്കണ, ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ഒട്ടിച്ചത്. ഇവിടെ ലൈറ്റ് ഉണ്ടോ എന്താ ഒന്നും എനിക്കറിയില്ല. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ആരും വീട്ടിലില്ല. കുറച്ച് ഹോസ്പിറ്റലിലെ സീനൊക്കെ ആയിട്ട് ആശുപത്രിയിലാണ്. അവരെല്ലാവരും വേണമായിരുന്നു ഈ ഒരു ടൈമിൽ. ഇപ്പോൾ അതേ അമ്മൂമ്മയെ കൊണ്ട് ഞാൻ മുറിപ്പിക്കാൻ പോകണം. അമ്മൂമ്മയുണ്ട് ഇവിടെ, അമ്മൂമ്മയെ മുറിച്ചോളൂ. ഇല്ല കമാൻ മതി അപ്പുറത്ത്. ഓ സെറ്റ് അമ്മൂമ്മ തുറന്നോളൂ. ഹാപ്പി ബർത്ത്ഡേ. എവിടെ? അപ്പുറത്ത് ഇല്ല, ഇവിടെ തുറന്നു നോക്കൂ. ഇവിടെ ഇതിങ്ങനൊന്നുമില്ലടാ അല്ലേ? ഇവിടെ ആയിരിക്കും. ആ തുറക്കൂ ഇങ്ങനെ തന്നെ. ഇവിടെ ഉണ്ട്. ഇവിടെയും കൂടി മുറിക്കൂ. ഒയ്യോ ലാപ്ടോപ്പ് ചമ്മന്തിയാവൂ. ഓക്കെ തുറക്കൂ, കമാൻ. ഞാൻ തുറക്കാം. അത് കറക്റ്റായിട്ട് മുറിഞ്ഞിട്ടില്ലേ മാമ? അതെ അയ്യോ ഇതിലൊന്നുമില്ലല്ലോ, പറ്റിച്ച നമ്മളെ. ഇതെങ്ങനെയൊന്നല്ലോ. മൗസ് എപ്പറാ? ഇത് തുണിയാ. സെറ്റ് ഡീഫായിട്ടൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. ഇല്ല, പൂജ്യത്തിന്റെ വില. നമുക്ക് അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടിയേക്കാണ്. എന്റെ മോനെ തിളക്കം നോക്കി പച്ചന്ന് ഇരട്ടി വാങ്ങാം അല്ലേ? നമുക്ക് ഈ സാധനം ഞെക്കുമ്പോൾ പ്ലേ ആവണ രീതി കൂടി ഒരു വീഡിയോ ചെയ്യാട്ടാ. അങ്ങനെ ഇവിടെ കൊല്ലങ്ങളുടെ കഷ്ടപ്പാട് റെഡിയായി. ഇതിങ്ങനെയാണ് അൺബോക്സ് ചെയ്യാൻ. എനിക്ക് അൺബോക്സിംഗ് ഒന്നും ഒരു പെടുത്തില്ല, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാനും പറ്റില്ല. ഇപ്പോൾ അച്ഛനമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് മുമ്പേ കൊണ്ട് മുറിവിച്ചാണ്. മുമ്പേ എന്താ പറയണല്ലേ? അതെ മൈക്ക് കുത്തിയിട്ടില്ല തിരക്കില്, അപ്പം കുഴപ്പമില്ല. സെറ്റാ അല്ല ഒച്ച കിട്ടും. അത് എടുക്കട്ടെ നിൽക്കോട്ടെ. ഇതെന്താ ഉള്ളേ? തലതിരി വേണല്ലോ. കൺഗ്രാജുലേഷൻസ്. എന്തായാലും താങ്ക് യു യൂട്യൂബ്. നമ്മൾ കുറേ നാളത്തെ അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ. എന്തായാലും എല്ലാ സന്തോഷം. ഇതെന്താ സർട്ടിഫിക്കറ്റോ? സ്കൂളിലോട്ട് നമുക്കത് ഒരു എന്താ പറയുക, ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. താങ്ക് യു. നമ്മൾ ഈ ഒരു സംഭവം റോട്ടിക്കൂടെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവരും ആ യൂട്യൂബിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് എന്നെ നോക്കണേ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പുറത്തേക്ക് തന്നെയാണ് പിടിച്ചുകൊണ്ട് വന്നത്. എന്നാലും താങ്ക് യു. നമുക്ക് ഒപ്പം കിട്ടുന്നുണ്ട്, സന്തോഷമായി. അയ്യോ പൊങ്ങുന്നില്ലല്ലോ. എന്താ മച്ച ഡീഫായിട്ടൊക്കെ. പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഓ ഗൈസ്, നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. ഇനി ഗോൾഡ്, ഡയമണ്ട് അതല്ല നമ്മുടെ ലക്ഷ്യം. യൂട്യൂബ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യമാണ് യൂട്യൂബ്. എൻ്റെ ഡ്രീം, അതായത് എൻ്റെ ഒരു പാഷൻ, അത് നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം.
യൂട്യൂബിൽ 100K ആയതല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഒരു കഴിവ്, എൻ്റെ ഒരു പാഷൻ നിങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾ തന്ന സപ്പോർട്ടാണിത്. അപ്പോൾ യൂട്യൂബ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. അത് ഓരോന്നോരോന്ന് ഞാൻ ഓരോന്ന് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റുന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദി സൈഡിലേക്ക് സംഭവം. ഇത് മതി, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സീറോയിൽ നിന്നാണ് നമ്മൾ ഹീറോ ആവാൻ, അല്ലാണ്ട് ഒന്നും ഇല്ലാത്തതെന്നല്ല. തുടങ്ങുമ്പോൾ കുറേ പേര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ. ഞാൻ ഈ സംഭവം തുടങ്ങിയത് നോക്കിയ 3 എന്ന് പറഞ്ഞ ഫോണിലായിരുന്നു. അതും പെൽട്ര മൊഡ്യൂളൊക്കെ വെച്ച് ഫാനൊക്കെ വെച്ചിട്ട് ഹീറ്റ് വരെ പുറത്തുള്ള രീതിക്ക് ഇത്രയും എഫേർട്ട് നമ്മൾ ചെയ്തത്. ബട്ട് ഈ ഒരു നിലയിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല, അതാണ് ഇപ്പം എൻ്റെ ഫേസ് കാണിക്കാത്തത്. ഭയങ്കര സന്തോഷം. ഏട്ടൻ ചോക്ക് ആ കവറൂരു അധികം കുത്തണ്ട, ലാപ്ടോപ്പ് ഉണ്ട്. നാട്ടുകാരെവിടെയായിരുന്നേ? എൻ്റെ പൊന്നെ, അല്ല എൻ്റെ ഇങ്ങനെ അടിക്കൂ, എന്നെ കാണൂ. സീൻ ഗൈസ്, നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി. എന്താ പറയുക, ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമുക്കൊരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ ഒരു അവാർഡിനെ നമ്മളെ വിളിച്ചിട്ടുണ്ടായി. പോയി ഭയങ്കര സന്തോഷം. കുറേ യൂട്യൂബേഴ്സിനെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കുറേ വലിയ വലിയ ഇവൻറ്റ്സിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു ഗസ്റ്റായിട്ട് വരെ വിളിച്ച സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കൊരു അവാർഡ് കിട്ടിയാണ് കേട്ടോ ചെറുത്. ഇതല്ല, ഇതിനേക്കാളും വലിയ സാധനങ്ങൾ യൂട്യൂബർ എന്നുള്ള നിലയിലോ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിലല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് റോബോട്ടിക്സിൻ്റെ കമ്പനിയും അങ്ങനത്തെ കുറേ ഡ്രീംസ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അത് പറ്റുന്നുള്ളതിൽ വലിയൊരു അച്ചീവ്മെൻറ്റാണ് നിങ്ങൾ ഈ തന്നത്. യൂട്യൂബ് മാത്രമല്ല നമ്മുടെ മെയിനെയും. നിങ്ങൾ കുറേ പേര് ചോദിച്ചു എന്താണ് പെട്ടെന്ന് വീഡിയോ ഇടാത്തത്, അതൊക്കെ ചോദിച്ചു. നമുക്കൊരു വീഡിയോ എടുക്കാൻ തന്നെ നല്ല രീതിക്ക് എഫേർട്ട് വരുന്നുണ്ട്. സക്സസ് ആവണം മാത്രമേ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുള്ളൂ. കുറേ സാധനം സക്സസ് ആവാത്തതുണ്ട്. ഇത് മാത്രമേ നമ്മുടെ എയിം. പല സാധനവും നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ വരും, അതൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും. എന്തായാലും ഈ 2 സംഭവങ്ങളും അത് ഒന്നാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന് ഫ്രണ്ട്സ്. അപ്പം എന്താ പറയുക, വലിയൊരു സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് തന്നതിന്. ഇത് നമ്മൾ യൂട്യൂബിൽ സക്സസ് ആയി എന്നുള്ള ഒരു പ്ലേ ബട്ടൺ കിട്ടിയതല്ല ഈ ഒരു അച്ചീവ്മെൻറ്റ്. നമ്മുടെ പാഷൻ, നമ്മുടെ കഴിവിനെ നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ആ ഒരു ഇത്. കാരണം ടോട്ടൽ 1.8 crore മുകളിൽ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് തെളിവാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ യൂട്യൂബ് മാത്രമല്ല പല സംഭവങ്ങളും ഇനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനൊക്കെ താങ്ക് യു. കണ്ണാടി നോക്കാൻ ഒരു മിററായി ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇതേപോലത്തെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് വരും. ഇപ്പം നെക്സ്റ്റ് ഡയമണ്ട് ബട്ടനാണെന്നോ ഗോൾഡൻ ബട്ടനാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. വേറെ ഒരുപാട് സാധനങ്ങൾ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുക്കും. താങ്ക് യു. സെറ്റ്. ഭയങ്കര സന്തോഷം.